ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. തൊട്ടടുത്ത വീട്ടിലെ ബാൽക്കണിയിൽ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങ് അത്ഭുതമായി. പ്ലാവോ? ഇവിടെ ഞാൻ വാഴ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ പ്ലാവ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ബാൽക്കണിയിൽ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വളർന്നിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഞാൻ അപ്പം തന്നെ എൻ്റെ ബ്രദർ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ ലീവിന് പോയിക്കൊന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വിയറ്റ്നാം എയർലി ചക്കയുണ്ട്, പിന്നെ സപ്പോട്ട നല്ല ഗ്രാഫ്റ്റഡ് സപ്പോട്ട നിറച്ചുണ്ടാകുന്ന സപ്പോട്ടയുണ്ട്, പിന്നെ നാടൻ മാവ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 ഐറ്റത്തിനെയും പഴം കൊണ്ടുവരണം. അതായത് ചക്കച്ചോളയും പഴുത്ത മാങ്ങയും പിന്നെ സപ്പോട്ട പഴുത്തതും വിളഞ്ഞത്. പഴുത്തതെന്നാൽ ഉടഞ്ഞു പോലോ, വിളഞ്ഞ സപ്പോട്ടയും കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് 3 കൊണ്ടുവന്നു. ഇത് 3 ഇന്ന് കുഴിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചക്കച്ചോള കുഴിച്ചിടുന്നത് ഞാൻ വേറൊരു ദിവസം കാണും. ഇന്നിപ്പോൾ മാങ്ങാണ്ടിയും പിന്നെ നമ്മുടെ സപ്പോട്ടയുടെ അരിയുമാണ് ഇന്ന് നമ്മൾ കുഴിച്ചിടുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നേ തെറ്റിട്ടില്ല. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഇവിടെ ഇപ്പോൾ വലിയ വലിയ മരങ്ങൾ, അതായത് നമ്മുടെ നട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഇൻ കേസ് ഉണ്ടായില്ലെങ്കിൽ പോലും ഇങ്ങനെ മരം ഇങ്ങനെ ഇലയൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഐശ്വര്യമല്ലേ, ഒരു സന്തോഷമല്ലേ. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം.